ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണല്ലേ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ വരുന്നത്. പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എന്തായാലും അധികം വൈകാതെ തന്നെ നമ്മൾ പഴയതുപോലെയാവും. എന്തായാലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കൊറിയൻ ലാലേട്ടൻ, അതായത് ഡോൺലി. നമ്മുടെ ഡോൺലി മാമന്റെ നല്ല ഒന്നാം തരം ഒരു കിടിലൻ ഹൊറർ മൂവിയാണ്. കഥയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. നമ്മുടെ കഥാനായകനായിട്ടുള്ള ഡോൺലി ഉണ്ടല്ലോ, അതായത് കൊറിയൻ ലാലേട്ടൻ, ഈ സിനിമയിൽ ഒരു ഡീമൺ ഹണ്ടർ ആണ്, അതുപോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവ് കൂടിയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ കൊറിയൻ ലാലേട്ടന്റെ അടുത്തേക്ക് ഡോക്ടർ മിൻസോ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവളുടെ അനിയത്തിക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളുടെ പരിഹാരം തേടി ഇവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഒരു വീട്ടിലെത്തിയ സമയത്ത് അവിടെ ഇവരറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഒരു കൊറിയൻ ലാലേട്ടൻ കണ്ടുപിടിക്കുന്നുണ്ട്. സോ നമുക്ക് നേരെ എന്തായാലും ഈ ഒരു കഥയിലേക്ക് നേരെ അങ്ങ് പോവല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമ ആരംഭിക്കുന്നത് തന്നെ കഥാനായികയായിട്ടുള്ള ഡോക്ടർ മിൻസിയോയെ കാണിച്ചുകൊണ്ടാണ്. അവൾക്കൊരു അനിയത്തിയുണ്ട്, പേര് തൽക്കാലം നമുക്ക് ചെയ്യാന്ന് പറയാം. രണ്ടുപേരുടെയും അമ്മ ഒരു 5 വർഷം മുന്നേ ക്യാൻസർ ആയിട്ട് മരിച്ചു പോയതാണ്. എന്നാൽ അതിനുശേഷമുള്ള ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അമ്മ മരിച്ചുപോയി, കുട്ടികൾ ഒറ്റയ്ക്കായി, ആ ഒരു കാര്യം മിൻസോയുടെ അനിയത്തിയായിട്ടുള്ള ജിയയ്ക്ക് അങ്ങ് താങ്ങാൻ പറ്റിയില്ല. ആ ഒരു സ്ട്രെസ് പിന്നീട് ചെറുതായിട്ട് മാനസികമായ ചില പ്രശ്നങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ടോട്ടലി അവളുടെ ബോഡി ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു മെഷീൻ ഓഫ് ആയി പോയതുകൊണ്ട് 2 ഡോക്ടർമാരുമായിട്ട് അതൊന്ന് പരിശോധിക്കുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് പരിശോധിക്കാനായിട്ട് ആ പോയ 2 ഡോക്ടർമാര് അവിടുന്ന് തെറിച്ചു പോയി വീഴുന്നുണ്ട്. മാത്രല്ല അവിടെ മയങ്ങിക്കിടന്നിരുന്ന നമ്മുടെ ജി ആണെങ്കിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ഓടി വന്ന് ഒരു വല്ലാത്ത ചിരിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം ഒരു ഇൻസ്പെക്ടറെയാണ് കാണിക്കുന്നത്. ആളുടെ പേര് ഇൻസ്പെക്ടർ ജോണി എന്നാണ്. ഒരു ചെറിയ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്കാണ് ഈ ഇൻസ്പെക്ടർ ജോണി വരുന്നത്. കൂടെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ നേരെ ആ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, അയാളുടെ ആ ഒരു ഓഫീസിലേക്ക് എത്തി. ഇയാളുടെ സഹായിയായിട്ടുള്ള കിം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ കിമ്മിനോട് പറയുന്നുണ്ട്, ബൗ എവിടെ, ബൗവിനൊന്ന് കാണുന്നത്. ആ ബൗ മറ്റാരുമല്ല, നമ്മുടെയൊക്കെ കൊറിയൻ ലാലേട്ടൻ തന്നെ, ഡോൺലി തന്നെ. അദ്ദേഹത്തിന്റെ ഈ സിനിമയിലെ പേരാണ് ബൗ. അങ്ങനെ ബൗവിന്റെ അടുത്ത് ഈ വന്ന ആള് ഇയാളുടെ കാര്യങ്ങൾ പറയാണ്. അതായത് ഇയാളുടെ മകൾ സുജിനെ കാണാതായിട്ട് കുറച്ച് ദിവസമായി. എന്നാൽ കാണാതായ സമയത്ത് തന്നെ പോലീസുകാരോട് ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു 3 പോലീസുകാർ ഈ കേസ് അന്വേഷിച്ച് പോവുകയും ചെയ്തു. എന്നാൽ ദുരൂഹമായ സാഹചര്യത്തിൽ അവര് മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ മിസ്സിംഗ് കേസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ മകളെ കണ്ടുപിടിച്ച് തരണമെന്ന് ഇപ്പൊ ബൗവിനോട് ആ അച്ഛൻ പറഞ്ഞ സമയത്ത്, ഓക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഫീസ് ഇവിടെ വെച്ച് പൊയ്ക്കാന്ന് പറയണം. അതുപോലെ തന്നെ ഒരു ചായ വരട്ടെ എന്ന് പറയണം. അധികം വൈകാതെ ഒരു ചായ വന്നു. അപ്പൊ കാണാതായ പെൺകുട്ടിയുടെ അച്ഛൻ വിചാരിച്ചു അത് അയാൾക്ക് കൊണ്ടുവന്ന ചായ ആയിരിക്കുന്നു. എന്നാൽ ടേബിളിൽ ചായ വെച്ചപാട് തന്നെ നമ്മുടെ ബൗ അതെടുത്ത് കുടിക്കുകയാണ്. കുടിക്കുന്ന സമയത്ത് അയാൾ ആ ഒരു ക്ലയന്റിനെ നോക്കുന്നുണ്ട്. അല്ല സാറേ, എന്തെങ്കിലും വേണോ, കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ, നമ്മൾ എടുത്തുതരാം. ഒന്നും വേണ്ട, എന്റെ മോളൊന്ന് കണ്ടുപിടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം ഇൻസ്പെക്ടർ ജോണി ഒരു കാര്യം പറയുന്നുണ്ട്. ബൗ, നിങ്ങൾക്ക് വേണ്ടി പല തവണയായിട്ട് ക്ലയന്റിന് ഞാനിങ്ങനെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഞാനൊരു പോലീസുകാരനാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോ എന്നെ എന്റേതായ രീതിയിൽ കണ്ടാൽ നല്ലതായിരുന്നു. അതിനെന്താന്ന് പറഞ്ഞിട്ട് ഒരു ഇച്ചിരി കാശ് എടുത്തു കൊടുക്കും. ആ ഓക്കെ ഇതും പറഞ്ഞ് അതും മേടിച്ച് കീശയിലിട്ട് ജോണി അവിടുന്ന് പോവാണ്. ഇതിനുശേഷം ന്യൂസ് ചാനലിലെല്ലാം ഒരു വാർത്ത കാണിക്കുന്നുണ്ട്. അതായത് സിയോൾ സിറ്റി പല തവണയായിട്ട് അർദ്ധരാത്രിയിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് എല്ലാവരും ഭയന്നു പോകുന്നത്. അതായത് ഈ സാത്താൻ സേവകരുണ്ടല്ലോ, അവരാണ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടത്തുന്നത്. മാത്രമല്ല ഈ കേസ് അന്വേഷിക്കാനായിട്ട് അവരുടെ പിന്നാലെ പോയ പോലീസുകാർ വരെ ഒരു മടിയില്ലാതെ ഇവറ്റകളെ കൊന്നുകളയാണ്. എന്നിട്ട് CCTVയിൽ നോക്കി ഇവര് പോലീസിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ പോലീസുകാർ മുഴുവനും ആകെ കുടുങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ ഒരു പോലീസിന്റെ ചീഫ് ഇയാളൊരു ഫാദറിനെ വിളിച്ച് ഫാദറിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഫാദറെ, ഇതൊക്കെ സത്യത്തിനെയാണോ, ഈ സാത്താൻ സേവകര്, സാത്താന് ഇതെല്ലാം ഈ ഒരു ലോകത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫാദർ പറയുന്നത്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നന്മയുണ്ടെങ്കിൽ അതിനെതിരായിട്ടൊരു തിന്മയുടെ ശക്തി ഉണ്ടാവുമല്ലോ. എന്തായാലും സാറേ, നിങ്ങളെ കൊണ്ടൊന്നും ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതിനുവേണ്ടി ചൂസ് ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇവറ്റകളെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇത് കേട്ട പോലീസ് ചീഫ് ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവനോ, അതാരായിരിക്കും? എന്തായാലും ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ബൗയെ തന്നെയാണ്. കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ബൗ എത്തിയിട്ടുണ്ട്. അതായത് മകളെ കാണാതായി എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛൻ ഒരു കംപ്ലൈന്റുമായിട്ട് വന്നല്ലോ. അപ്പോ കാണാതായ സൂജിൻ എന്ന ഒരു പെൺകുട്ടിയെ തേടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് നേരത്തെ തന്നെ നമ്മുടെ ബൗനും അവന്റെ ടീമിനും അറിയാം. ബൗവിന്റെ ടീമിൽ ആരൊക്കെയുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ബൗ, പിന്നെ അസിസ്റ്റന്റ് ആയിട്ടുള്ള കിം, പിന്നെ ഒരു പെൺകുട്ടിയുണ്ട് ഷാരോൺ. അങ്ങനെ 3 പേരും ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അതിന്റെ ചുമരിലേക്ക് ഇവര് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ഒരുപാട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അതിനുള്ളിലേക്ക് ഇവര് പോവാണ്. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഡ്രഗ്സും മദ്യവും ലഹരിയും ഇതെല്ലാം ഉപയോഗിച്ച് അഴിഞ്ഞാടുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. എന്തായാലും അവിടെ എത്തിയ സമയത്ത് ഈ ബൗവിന് പരിചയമുള്ള ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് രഹസ്യമായിട്ട് എന്തോ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് സ്ത്രീ എന്തോന്ന് പറയുന്നുണ്ട്. അവർക്ക് ചില്ലറക്കാശം കൊടുത്ത് നേരെ അടുത്ത ഫ്ലോറിലേക്ക് നമ്മുടെ ബൗ പോവുകയാണ്. ഇപ്പൊ ആ ഒരു ഫ്ലോറിൽ കാണിക്കുകയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന ആ ഒരു സാത്താൻ സേവകര് എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടരുണ്ടല്ലോ, അവര് ശരിക്കും ഉണ്ട്. ഒരു പ്രത്യേക രീതിയിൽ ഒരു മരം എല്ലാം വെച്ച് ആ മരത്തിന്റെ മേലെ കാണാതായ സൂജിൻ എന്ന ആ ഒരു പെൺകുട്ടിയെ അർദ്ധനഗ്നയായിട്ട് കിടത്തിയിരിക്കുകയാണ്. പിന്നീട് എന്തൊക്കെയോ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അതിന്റെ ആ ഒരു പെയിനൊക്കെ സഹിക്കാൻ
സഹിക്കാൻ കഴിയാതെ ആ പെൺകുട്ടി കരയുന്നുണ്ട്. ആ നേരത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ബൗൺ ടീമും കൂടെ വരുന്നത്. അവര് വന്ന പാട് തന്നെ ഇവരെ തടുക്കാനായിട്ട് ഒരു 3 പേര് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ ഇതെല്ലാം നമ്മുടെ ബൗന് സില്ലി മാറ്റർ, ഓരോന്നിനും ഓരോ കുത്തു വീതം. അങ്ങനെയാണല്ലോ നമ്മുടെ മച്ചാന്റെ ഒരു സ്റ്റൈല്. ഓരോ ഇടിക്കുമ്പോൾ ഓരോന്നും മൂലക്കാവുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ കർമ്മം നടക്കുന്ന റൂമിലേക്ക് പിന്നീട് ബൗ കയറുകയാണ്. എന്നാൽ ആ റൂമിൽ ഒരുപാടധികം സാത്താൻ സേവകരായിട്ടുള്ള ആൾക്കാരാണ്. നേരത്തെ കണ്ടതുപോലെ സാധാരണ മനുഷ്യരല്ല ഇവർക്ക് അത്യാവശ്യം ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവർ വന്നപ്പോൾ അവരെയും ബൗ നേരിടുകയാണ്. എന്നാൽ അവർക്കിട്ട് ഇടി കൊള്ളുന്ന സമയത്ത് അവരുടെ ദേഹത്ത് നിന്ന് ഈ സ്പാർക്കും അതുപോലെ തന്നെ കറുത്ത പുകയും ഇതെല്ലാം പുറത്തേക്ക് വരികയാണ്. കാരണം ചെകുത്താന്റെ ആ ഒരു ശക്തി അവരുടെ ഉള്ളിലുണ്ട്. അത്ര പെട്ടെന്നൊന്നും ബൗന് അവരെ കീഴടക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ബൗന് എന്തുകൊണ്ടാണ് ഇവരെങ്ങനെ അടിക്കാൻ പറ്റുന്നത്? കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പോലീസ് ചീഫിനോട് ആ ഒരു ഫാദർ പറഞ്ഞായിരുന്നല്ലോ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ വന്നാൽ മാത്രമേ ഇവരെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആള് തന്നെയാണ് നമ്മുടെ ബൗ. എന്തായാലും അവിടെ നടക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം അവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള കിം വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരുടെ ടീമിലെ 3ാമത്തെ ആളായിട്ടുള്ള ഷാരോൺ ഉണ്ടല്ലോ, അവൾക്കും എന്തൊക്കെയോ ചില കഴിവുകൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ കയ്യിലൊരു കണ്ണാടിയുമായിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന സുജിൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖത്തേക്ക് ആ ഒരു കണ്ണാടി വെക്കുകയാണ്. ഓൾറെഡി ഈ സാത്താൻ സേവകരുണ്ടല്ലോ സുജിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില കർമ്മങ്ങൾ ചെയ്ത് അവളുടെ ഉള്ളിലേക്ക് ചില പൈശാചിക ശക്തിയെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഷാരോൺ ശ്രമിക്കുന്നത്. എന്തൊക്കെയോ വികൃതമായ രീതിയിൽ സുജിന്റെ മുഖമൊക്കെ മാറുന്നുണ്ടെങ്കിലും അവസാനം അവളുടെ ഉള്ളിൽ നിന്നും ആ ഒരു പിശാചിനെ പുറത്തേക്ക് എടുക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ബൗ ആണെങ്കിൽ ആ ഒരു നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ചെകുത്താന്റെ എല്ലാ സന്തതികളെയും അടിച്ചൊതുക്കി ഒരു പരുവാക്കുന്നുണ്ട്. അവസാനം വന്ന് നോക്കുമ്പോൾ നമ്മുടെ സൂചിന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ബൗ ഏറ്റെടുത്ത ആ ഒരു ജോലി അത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതേ നേരം തന്നെ കിം പറയാണ്, അണ്ണ നിങ്ങൾ ഇത്രയും നേരം ഫൈറ്റ് ചെയ്ത ആ ഒരു കാര്യം തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ഷൂട്ട് ചെയ്തു, പക്ഷെ ക്ലൈമാക്സിൽ ആ ഒരു കാര്യം കുറച്ച് കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ബൗ നല്ല മാസമായിട്ട് ഒരു കാര്യം പറയാണ്, നിനക്ക് ക്ലൈമാക്സ് അല്ലേ വേണ്ടത്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ആഭിചാരങ്ങൾക്കായിട്ട് ഈ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടില്ലേ ഒരു പ്രത്യേകതരം മരം, ആ മരത്തിൽ കുറെ തുണിയും കൂട്ടിയിട്ട് അതങ്ങോട്ട് നിർത്തി കത്തിച്ച് കളയാണ്. ഇനി ഷൂട്ട് ചെയ്യടാ ക്ലൈമാക്സ് എന്ന് പറയണം. ആഹാ എന്തൊരു മാസ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു സാധാരണ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അല്ല നമ്മുടെ ബൗ, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡീമൺ ഹണ്ടർ തന്നെയാണ്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ കഥാനായികയായിട്ടുള്ള ഡോക്ടർ മിൻസോയെ കാണിക്കുകയാണ്. അവളുടെ അനിയത്തിക്ക് എന്തോ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതായത് ജിയയ്ക്ക്. എന്നാൽ മെഡിക്കലി നോക്കുമ്പോൾ സയന്റിഫിക്കലി നോക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല. സ്കാനിങ് ചെയ്തു, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, യാതൊരു കുഴപ്പമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ജിയക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഹോസ്പിറ്റലിലൂടെ ഡോക്ടർ മിൻസോ പോകുമ്പോൾ അന്ന് ആ പോലീസ് ചീഫ് ഉണ്ടല്ലോ അദ്ദേഹത്തോട് സംസാരിച്ച ആ ഒരു ഫാദർ ഇപ്പൊ മിൻസോയെ കാണുകയാണ്. ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. സംസാരിച്ചൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒന്ന് നോക്കിയിട്ട് പോവുകയാണ്. ഇതേ നേരം തന്നെ മിൻസോ നേരെ അനിയത്തിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവളുടെ കൈയും കാലും അനക്കാൻ പറ്റാത്ത രീതിയിൽ അവളെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരുപാട് വിഷമത്തില് പിന്നീട് മിൻസോ അവളുടെ ആ ഒരു ചെയറിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് പിന്നീട് കാണുകയാണ്. അതായത് ജിയ ഭയങ്കരമായിട്ട് വയലന്റ് ആവും ചില സമയത്ത്. അതിന്റെ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് തന്റെ അനിയത്തിക്ക് പറ്റിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. സോ സയന്റിഫിക്കലി ഇതിനൊരു പരിഹാരമില്ല എന്നിപ്പോ മിൻസോയ്ക്ക് മനസ്സിലായി. ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത് അത് അമാനുഷികമായ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് പോവുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവളിപ്പോ നെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ബൗയുടെ ഡീറ്റെയിൽസ് ഇപ്പോ ഡോക്ടർ മിൻസോയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ബൗയെ കാണിക്കുകയാണ്. കാര്യമായിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഓർഫണേജ് അവിടുത്തെ ഒരു സിസ്റ്ററോട്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് ബൗ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് അവന്റെ ആവശ്യങ്ങൾക്കല്ല, ഒരുപാട് അനാഥ പിള്ളേരുണ്ട് അവർക്ക് വേണ്ടി ഒരു വീട് പണിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ സിസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കിമ്മും അതുപോലെ തന്നെ ഷാരോണും വരികയാണ്. കിമ്മ് വന്നിട്ട് ഇപ്പൊ ബൗവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു സാത്താൻ സേവകരുണ്ടല്ലോ അവരുടെ കഴുത്തിന്റെ പിന്നിലായിട്ട് ഒരു പ്രത്യേകതരം ചിഹ്നം ഞാൻ കണ്ടായിരുന്നു, വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ച സമയത്ത് ഇതൊരു സാധാരണ ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരുതരം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഡാർക്ക് സൊസൈറ്റി തന്നെയാണ് ഇവർ. അപ്പൊ തന്നെ ഷാരോണും ഒരു കാര്യം പറഞ്ഞു, ബൗ ഞാൻ ഇന്നലെ ഒഴിവാക്കിയ ആ ഒരു പിശാച് ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല അതിനെ ഒഴിവാക്കാൻ, കുറച്ചധികം എന്തോ പവർഫുൾ ആയിരുന്നു അത്, എനിക്കെന്തോ പേടി തോന്നുന്നു ഷാരോൺ പറയുന്നത്. മാത്രമല്ല ബൗ നമ്മൾ വിചാരിക്കാത്ത മറ്റെന്തോ വലുതൊന്ന് വരാനിരിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ട് കേട്ടോ. എന്തായാലും 3 പേരും കൂടെ ഓഫീസിലേക്ക് വന്നപ്പോൾ ഇവരെ കാണാനായിട്ട് അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല നമ്മുടെ ഡോക്ടർ മിൻസോയെ തന്നെ. എന്താണ് കാര്യം എന്ന് ബൗ ചോദിച്ചപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എന്റെ അനിയത്തിക്ക് ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ നിങ്ങളൊന്ന് വന്ന് ശരിയാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ബൗ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ഇൻസ്പെക്ടർ ജോണിയാണോ? ഏയ് ജോണിയൊന്നുമല്ല. പിന്നെ ആ ഒരു ഫാദർ ആണോ, അതായത് ഹോസ്പിറ്റലിൽ വെച്ച് അന്ന് നമ്മുടെ ഈ ഒരു മിൻസിയോയെ കണ്ടില്ലേ ആ ഒരു ഫാദർ ആണോ ചോദിക്കുമ്പോൾ ഏയ് ആ ഫാദറിനെയും എനിക്ക് അറിയില്ല എന്ന് മിൻസോയെ പറയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് മിൻസു നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചത്? ഇവര് രണ്ടുപേരും അതായത് ഇൻസ്പെക്ടർ ജോണി അതുപോലെ ആ ഒരു ഫാദർ ഇവര് വഴി വരുന്ന ക്ലയന്റിനെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ, സോറി ഈ ഒരു കേസ് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയാണ്. എന്നാൽ വീണ്ടും വീണ്ടും മിൻസു ഇങ്ങനെ പറഞ്ഞ സമയത്ത് ബൗ പറയാണ്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ അനിയത്തിയെ ഒരു നല്ല ഡോക്ടറെ കാണിക്കുക, നല്ല ചികിത്സ കൊടുക്കുക, എന്നിട്ട് വാന്ന് പറയണേ. ഇതേ നേരം തന്നെ മിൻസു പറയണേ, ഞാൻ തന്നെ ഒരു ഡോക്ടറാണ്, എന്റെ അനിയത്തിക്ക് വേണ്ടി മെഡിക്കൽ സയൻസിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ കൊടുത്തു നോക്കി, എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കി, യാതൊരു മാറ്റവും ഇല്ല. ഇനിയിപ്പോ നിങ്ങളോട് മാത്രമേ എനിക്ക് സഹായം ചോദിക്കാനുള്ളൂ, ദയവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഏയ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബൗ അവിടുന്ന് പോവാണ്. ഭയങ്കര വിഷമത്തിലാവുകയാണ് മിൻസു. ഇപ്പൊ മിൻസുയുടെ കയ്യിൽ ഒരു കാർഡും
അതുപോലെ തന്നെ അതിന്റെ കൂടെ ഒരു പെൻഡ്രൈവും ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മുടെ ഷാരോന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ ഈ പെൻഡ്രൈവിലെ ചില വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണം, എന്നിട്ട് പറ്റുവാണെങ്കിൽ എന്നൊന്ന് വിളിക്കണം, എന്നൊന്ന് സഹായിക്കണം. കരഞ്ഞ് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പോവുകയാണ് പിന്നീട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ബൗ ഇത്രത്തോളം മിൻസോ കരഞ്ഞു പറഞ്ഞിട്ടും അവളുടെ ആ ഒരു സങ്കടം കേൾക്കാതിരുന്നത്? തൊട്ടപ്പുറത്ത് തന്നെ ഒരു റൂമിൽ പോയിട്ട് ബൗ ആണെങ്കിൽ ചുമരിലൊരു അനാഥാശ്രമത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് അവൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്, അതായത് ബൗ തന്നെ. അങ്ങനെ രാത്രിയായി. ഇപ്പൊ ഡോക്ടർ മിൻസോയെ കാണിക്കുകയാണ്. അനിയത്തിയായിട്ടുള്ള ജിയ അവളുടെ ആ ഒരു പഴയ ഫോട്ടോസ്, അവളുടെ കൂടെ ഉണ്ടായിരുന്ന വീഡിയോസ് ഇതെല്ലാം കണ്ട് ഒരു മനസ്സിനൊരു ഇച്ചിരി സന്തോഷം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ റൂമിൽ CCTV ഉണ്ടല്ലോ, അത് വെച്ച് ലൈവായിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇപ്പൊ പെട്ടെന്ന് ആ ഒരു മോണിറ്ററിലേക്ക് നോക്കുമ്പോൾ കട്ടിൽ കിടക്കുന്ന നമ്മുടെ ജിയെ കാണാനില്ല. പേടിച്ച് അവൾ അങ്ങോട്ടേക്ക് ഓടിച്ചു നോക്കുമ്പോൾ ശരിയാണ്, കട്ടിൽ അവളെ കാണാനില്ല. എന്നാൽ തൊട്ട് പിന്നിൽ ആരും ഒരാൾ നിൽക്കുന്നുണ്ട് എന്ന് മിൻസോയ്ക്ക് മനസ്സിലായി. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി, ആരും ഇല്ലായിരുന്നു. പിന്നീട് ആ ഒരു കട്ടിലേക്ക് നോക്കിയപ്പോൾ ആ ഒരു കട്ടിലിൽ തന്നെ നമ്മുടെ ജിയ ഉണ്ടായിരുന്നു. ഇത്രയും നേരം നടന്നതെല്ലാം മിൻസോയ്ക്ക് വെറുതെ തോന്നിയതാണ്. എന്തായാലും ഈ ഒരു കാര്യം ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു ഫാദർ ഉണ്ടല്ലോ, അയാളോട് പോയിട്ട് പറയാണ്. അപ്പൊ ഫാദർ അവളുടെ ആ ഒരു വിഷമെല്ലാം കേട്ട സമയത്ത്, എന്തായാലും നീ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പോയിട്ട് ബൗവിനോട് സംസാരിച്ച് നോക്കട്ടെ, എന്തായാലും എന്റെ ശുപാർശ അവൻ തള്ളാതിരിക്കില്ല. ഇതിനുശേഷം ബൗവിനെ കാണിക്കാണ്. മാസാവസാനം ആയതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ആയിട്ടുള്ള കിമ്മിനും ഷാരോണിനും സാലറി കൊടുക്കുന്നുണ്ട്. അതിൽ ഷാരോണിന്റെ കവറിന് കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ. അപ്പൊ കിം ചോദിക്കുന്നുണ്ട്, അതെന്താ എനിക്ക് മാത്രം കട്ടി കുറവുള്ള കവർ, അവൾക്ക് എന്താ ശമ്പളം കൂടുതൽ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഈ സമയത്ത് ബൗ പറയുന്നുണ്ട്, അവൾക്ക് മന്ത്രവും കാര്യങ്ങളൊക്കെ അറിയാം, അവള് നന്നായിട്ട് പണി എടുക്കുന്നുണ്ട്, നീ വെറുതെ വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ, അപ്പോൾ അതിന്റെ ഒരു വ്യത്യാസമാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആ ഒരു ഫാദർ വരുന്നുണ്ട്. ഫാദറിനെ കണ്ടപാട് തന്നെ ബൗവിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. എന്തോ ഈ ഫാദറിനോട് അത്ര വലിയ താല്പര്യം ബൗവിനില്ല. അതിന്റെ പ്രധാന കാരണം ഈ ബൗ ചെറിയ പ്രായത്തിൽ വളർന്നത് ഒരു ഓർഫനേജിലാണല്ലോ. അതേ നേരം തന്നെ ഈ ഫാദറായിട്ട് കൊണ്ടുവന്ന ഒരു പയ്യനുണ്ട്, ജോസഫ്. സംതിങ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ തന്നെ ആ ഓർഫനേജിലെ ഒരുപാട് പേരെ, അതായത് നമ്മുടെ ബൗ ഒരുപാട് സ്നേഹിച്ച ഒരുപാട് പേരെ ഈ ഒരു ജോസഫ് കൊന്നു കളഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു കാരണക്കാരൻ ആരാണ്? ജോസഫിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഈ ഒരു ഫാദർ അല്ലേ. അതിന്റെ ആ ഒരു ദേഷ്യവും വെറുപ്പും ഇപ്പോഴും നമ്മുടെ ബൗവിനുണ്ട്. അതുകൊണ്ട് 10 വർഷത്തിന് ശേഷമാണ് ഫാദറിനെ ഇപ്പൊ ബൗ കാണുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്നുമല്ല സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഫാദർ അദ്ദേഹത്തിന്റെ ആവശ്യം പറയാണ്, ഡോക്ടർ മിൻസു അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, പറ്റുവാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ചോദിക്കുമ്പോൾ ബൗ മുഖത്തടിച്ചതുപോലെ പറയാണ്, നിങ്ങൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കും ഞാൻ ഒരു സഹായം ചെയ്യില്ല, ഇവിടുന്ന് പൊയ്ക്കോ എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് വിഷമിച്ച് ഫാദർ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം എന്താണെന്നറിയില്ല, ബൗവിന് ഉള്ളിൽ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് തീർക്കാൻ വേണ്ടി പഞ്ചിങ് ബാഗിൽ ഇട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ കിം അതുപോലെ തന്നെ ഷാരോ രണ്ടുപേരെയും കാണിക്കാണ്. ഇവർക്ക് എന്തോ വല്ലാത്തൊരു ആശയക്കുഴപ്പം. ആ ഒരു പെണ്ണ് വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു പറഞ്ഞില്ലേ, അവളുടെ അനിയത്തി ഒന്ന് സഹായിക്കേണ്ടേ എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വെച്ചൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ബൗവിന്റെ കൂടെ ഈ ഒരു കിമ്മും ഷാരോണും വന്നത്? ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഇപ്പൊ സൂജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയല്ലോ. അതുപോലെ തന്നെ ഒരു കൂട്ടം കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് ഈ സാത്താൻ സേവകരുടെ അടുത്തേക്ക് പോയപ്പോൾ ആ കൂട്ടത്തിൽ നിന്നും കിട്ടിയതാണ് അനാഥരായിട്ടുള്ള കിമ്മിനെയും അതുപോലെ തന്നെ ഷാരോണിനെയും. എന്തായാലും പിന്നീട് അവർ രണ്ടുപേരും നമ്മുടെ ഈ ഒരു ബൗവിന്റെ കൂടെ കൂടിയതാണ്. ഇപ്പൊ ഈ ഒരു കിമ്മും ഷാരോണും പറയുന്നുണ്ട്, നമ്മൾക്കും അതേ ഒരു അവസ്ഥ തന്നെയായിരുന്നില്ലേ, ബൗ രക്ഷപ്പെടുത്തിയതുകൊണ്ടല്ലേ ഇന്നിപ്പോ നല്ല രീതിയിൽ ഇരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഡോക്ടർ മിൻസോ തന്ന ഒരു പെൻഡ്രൈവ് അതൊന്ന് ഇട്ട് നോക്കിയാലോ, അതിലെ കാര്യങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. അങ്ങനെ അതിൽ ഓരോ വീഡിയോസ് ആയിട്ട് ഇവർ പ്ലേ ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൽ തന്നെ നമ്മുടെ ഈ ഒരു മിൻസോയുടെ അനിയത്തി ഉണ്ടല്ലോ, ജിയ, അവള് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു തോന്നുന്നു. അതിന്റെ ആ ഒരു വീഡിയോ ആണ് കാണുന്നത്. അപ്പൊ അവളുടെ അടുത്തേക്ക് ഭക്ഷണവുമായിട്ട് വരുന്ന മിൻസോയെ കാണിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ആ ഒരു ഭക്ഷണം മുഴുവനും ജിയ തട്ടിത്തെറിപ്പിച്ച് കളിയാണ്. എന്നിട്ട് ഭയങ്കര വയലന്റ് ആയിട്ട് മിൻസോയോട് സംസാരിക്കുകയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ വളരെ കൂളായിട്ട് നോർമലായിട്ട് സംസാരിക്കുകയാണ്. അതായത് എങ്ങനെയാണോ അന്യൻ ആ സിനിമയിൽ വിക്രം പെരുമാറുന്നത് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ, ഒരു ഡബിൾ സൈഡും അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു സൈഡും. ശരിക്കും അക്ഷരാർത്ഥത്തിൽ അനിയത്തിയുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ട് മിൻസോ ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലുണ്ടായിരുന്ന ഓരോ CCTV വിഷ്വലും ഈ മിൻസോയെ പരിശോധിക്കുമ്പോൾ ഞെട്ടിത്തരിച്ചു പോവാണ് കേട്ടോ. ചില സമയത്തൊക്കെ ചില മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് മിൻസോ ഉറങ്ങുന്ന സമയത്ത് അവളുടെ അരികിലേക്ക് ഒരു ആത്മാവല്ല എന്തോ ഒന്ന് ദേഹത്ത് കരയതുപോലെ ഒരു അരൂപിയെ പോലെ ജിയ വരും. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ക്രീപ്പി ആയിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. മിൻസിയോ അത് നേരിട്ടെങ്ങാനും കണ്ടായിരുന്നെങ്കിൽ ശരിക്കും പേടിച്ച് കുറച്ച് മരിച്ചുപോയാൻ. എന്നാൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ് CCTV വിഷ്വലിലൂടെയാണ് മിൻസോ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നീടുള്ള ഒരുപാട് വിഷ്വൽ പരിശോധിക്കുമ്പോൾ അസാധാരണമായ പല കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ബേസ്മെന്റിലേക്ക് ജിയെ നോക്കി പോയപ്പോ ഒരു ചുമരിലായിട്ട് മുഖം ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ജിയെ കണ്ടു. ഒന്നും മിണ്ടുന്നില്ല, പേര് വിളിച്ചിട്ട് അനങ്ങുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒരു കത്തി ഉപയോഗിച്ച് മിൻസുയെ അവൾ അറ്റാക്ക് ചെയ്യാണ്. അന്നു മുതലാണ് സംഗതി കൈവിട്ട് പോയി എന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചു. അതിന്റെ ആ ഒരു വിഷ്വൽ എല്ലാം അതിലൂടെ ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആർക്ക്? നമ്മുടെ കിമ്മിനും ഷാരോണിനും. ഡോക്ടർ മിൻസുയെ കൊടുത്ത ആ ഒരു പെൻഡ്രൈവ് ഉണ്ടല്ലോ, അതിലെ വിഷ്വലാണ് ഇത്രയും നേരം ഇവർ കണ്ടുകൊണ്ടിരുന്നത്. ഇതേ നേരം തന്നെ ബൗ ആണെങ്കിൽ ഇതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. ഫാദർ പറഞ്ഞതുപോലെ ആ ഒരു ജോലി ഏറ്റെടുക്കണോ, ആ ഒരു പെൺകുട്ടിയെ സഹായിക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിലാണ്. അങ്ങനെ അവസാനം ബൗ ഒരു തീരുമാനം എടുത്തു, അവളെ സഹായിക്കാമെന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും കണ്ട ആ ഒരു പെൻഡ്രൈവിലെ വിഷ്വൽസ് എന്നെ കൂടെ കാണിക്കുന്നത് ബൗ പറയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിഷ്വല് ഒരു കാര്യം ഇവർ ശ്രദ്ധിച്ചു. അതായത് നിലത്ത് വീണ് കിടക്കുന്ന ഈ ഒരു ജിയ ഉണ്ടല്ലോ, അവൾ ആരോ
ആരോ എടുത്ത് കഴുത്തിന് പിടിച്ച് പൊക്കുന്നത് പോലെ. അദൃശ്യമായ കൈകളാണ്, ഇവർക്കത് കാണാനൊന്നും കഴിയുന്നില്ല. എന്നാൽ ആ ഒരു കൈകൾ അവളെ പൊക്കുന്നത് പോലെ ഇവർക്ക് തോന്നുന്നുണ്ട്. അതിന്റെ ആ ഒരു ശക്തിയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആ ഒരു ജിയുടെ എന്താ പറയാ, അവളുടെ ആ ഒരു ശരീരത്തിന്റെ ചലനം അതെല്ലാം ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ഫൂട്ടേജുകളും ഇപ്പൊ ബൗ കാണുകയാണ്. അതുപോലെ തന്നെ അവസാനം മറ്റൊരെണ്ണം ഉണ്ടായിരുന്നു, നമ്മുടെ ഡോക്ടർ മിൻസുവോ അനിയത്തിയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വീഡിയോ. എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും ഞാൻ കൊടുത്തു, ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി, ഒരുപാട് ഡയഗ്നോസിസ് ചെയ്തു നോക്കി, എന്താണ് പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എന്റെ അനിയത്തിയെ തിരിച്ചു വേണം, പക്ഷേ ഇതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ആണത്. അതുപോലെ തന്നെ അതിനുശേഷം മറ്റൊരു വീഡിയോ പ്ലേ ചെയ്ത് കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വിഷ്വൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ മിൻസോ അതുപോലെ തന്നെ അനിയത്തിയായിട്ടുള്ള ജിയ രണ്ടുപേരും കൂടെ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിപ്പോയപ്പോൾ അവിടെ CCTVയും കാര്യങ്ങളും ഫിക്സ് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നായിരുന്നു, ഒരു ടീം. അപ്പൊ അതിലുണ്ടായിരുന്ന ഒരാളുടെ കഴുത്തിലായിട്ട് ആ ഡാർക്ക് സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ കഴുത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം ചിഹ്നം ഉണ്ടല്ലോ, ഒരു ടാറ്റു, അത് ഇയാളുടെ കഴുത്തിലും കാണാൻ പറ്റി. അപ്പൊ ഇതിന്റെ പിന്നിൽ സംതിങ് മറ്റെന്തോ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അതായത് എന്തിനായിരിക്കും ഡാർക്ക് സൊസൈറ്റിയിലുള്ള ഒരാള് CCTV ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ മിൻസിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുക? ചിലപ്പോൾ അതിനുശേഷമായിരിക്കോ അവളുടെ അനിയത്തിയായിട്ടുള്ള ജിയയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക? ഇപ്പൊ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരങ്ങളൊന്നും ഇവരുടെ കയ്യിലില്ല. ഇതേ നേരം തന്നെ ഡോക്ടർ മിൻസിയോ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാണ് നിങ്ങളോട് ഇത്രക്ക് ദേഷ്യം അവന്? ഞാൻ ഇത്രത്തോളം കരഞ്ഞു പറഞ്ഞിട്ടും അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലല്ലോ, അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. സോ ആ കാരണം എന്താണെന്ന് ഇപ്പൊ ഫാദർ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ചെറിയ പ്രായത്തിൽ നമ്മുടെ ഈ ഒരു ബൗ അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ താമസിച്ചിരുന്നത് എന്റെ അനാഥാശ്രമത്തിലായിരുന്നു. അന്ന് അവിടെ ഈ ഒരു ബൗയുടെ കൂടെ തന്നെ എപ്പോഴും ഒരു പയ്യനുണ്ടായിരുന്നു, ജോസഫ്. ഈ ബൗ ജോസഫ് രണ്ടുപേരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഈ ബൗവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതൽ ഭയങ്കര ആരോഗ്യമാണ്, എന്തോ ദൈവം അറിഞ്ഞു കൊടുത്തതുപോലെയുള്ള ഒരു ശക്തി അവന്റെ ശരീരത്തിലുണ്ട്, ഭയങ്കര ബലമാണ് അവന്. അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ജോസഫ് മറ്റൊരാളുടെ ഉള്ളിലുള്ള ഈ ഒരു ചീത്ത ശക്തികൾ, ചെകുത്താന്റെ ശക്തികൾ, അതിനെ അറിയാനും അതിനെ പ്രതിരോധിക്കാനുമായിട്ടുള്ള ഒരു ചെറിയ കഴിവെല്ലാം അവനുണ്ടായിരുന്നു. എന്നാൽ ആശ്രമത്തിലെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഈ ജോസഫിനെ വല്ലാതെ ബുള്ളി ചെയ്യായിരുന്നു. അപ്പൊ ആ കുട്ടികളുടെ കയ്യിൽ നിന്നെല്ലാം ജോസഫിനെ സംരക്ഷിച്ചിരുന്നത് ബൗ ആയിരുന്നു. അന്ന് മുതലാണ് രണ്ടുപേരും നല്ല ഉറ്റ ചങ്ങാതിയായി മാറിയത്. പിന്നീട് വളർന്ന് വലുതായ സമയത്ത് ഈ ജോസഫ് ഒരു ഫാദർ ആകാൻ വേണ്ടി അതിന്റെ ആ ഒരു വഴിയിൽ പോയി. അതുപോലെ തന്നെ ബൗ ആണെങ്കിൽ അവന്റെ ആ ഒരു ശക്തി നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് ഇതുപോലെ ഇങ്ങനെയുള്ള പരിപാടികളിലേക്കും പോയി. എന്നാൽ അവർ വളർന്ന ആ ഒരു ഓർഫനേജിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവർ രണ്ടുപേരും, അതായത് ബൗ ജോസഫ് രണ്ടുപേരും വരും. അവിടെയുള്ള കുട്ടികളെ നോക്കും, അവർക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. അവരുടെ കൂടെ തന്നെ ആ ഒരു ഫാദർ ഉണ്ടായിരുന്നു. എന്നാൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ എന്നത്തെയും പോലെ തന്നെ കുട്ടികളെ കാണാനായിട്ട് ബൗ അതുപോലെ തന്നെ ജോസഫ് രണ്ടുപേരും ആ ഒരു ഓർഫനേജിലേക്ക് വന്നു. എന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് ഈ ഒരു ജോസഫിന്റെ സ്വഭാവം അങ്ങോട്ട് മാറി. അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ്, കുട്ടികളെ എല്ലാവരെയും വളരെ ബ്രൂട്ടലായിട്ട് അവൻ കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ബൗവിനെ ഈ ഒരു ജോസഫ് അറ്റാക്ക് ചെയ്തു. അവൻ അവിടെ വീണുപോയി, അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഒരു കുഞ്ഞുങ്ങളെ ഒരെണ്ണത്തിനെ പോലും അവന് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ബൗ മരിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. എന്തോ ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയാം, അതുകൊണ്ട് മാത്രമാണ് ബൗ തിരിച്ചു വന്നത്. ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് ജോസഫിനോടുള്ള ആ ഒരു പക തന്നെയാണ് ബൗയുടെ ഉള്ളിൽ. എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തത്? എങ്ങനെയെങ്കിലും ജോസഫിനെ കണ്ടുപിടിക്കണം, അവൻ ഇല്ലാതാക്കണം, ആ ഒരു ചിന്ത മാത്രമേ അവനോടുള്ളൂ. മാത്രമല്ല എന്തുകൊണ്ടാണ് ബൗക്ക് എന്നോട് ഇത്ര പക എന്ന് അറിയോ? ഓർഫനേജിന്റെ മുകളിലുള്ള ആൾക്കാർ, അതായത് ഒരു ഓർഫനേജ് പല പള്ളികളുടെ കീഴിലായിട്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു പള്ളിയിൽ നിന്ന് ചോദ്യം വന്നപ്പോ ജോസഫ് ആണ് പൂർണ്ണമായിട്ടും ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്ന് ഫാദർ പറയുന്നില്ല. ഫാദർ പറയുന്നത് ഇതിന്റെ പിന്നിലേക്ക് മറ്റെന്തോ എന്നാണ്. അതായത് ഫാദർ പൂർണ്ണമായിട്ടും ജോസഫിന്റെ തലയിൽ കുറ്റം ഇട്ട് കൊടുക്കുന്നില്ല. ഈ ഒരു കാര്യം ബൗവിന് തീരെ ഇഷ്ടമായില്ല. അതായത് മനഃപൂർവ്വം തന്നെ ഫാദർ ഈ ജോസഫിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ആ ഒരു തോന്നലിലാണ് ശരിക്കും ഈ ഒരു ബൗവിന് ഫാദറിനോട് ഭയങ്കരമായിട്ട് ദേഷ്യവും വെറുപ്പൊക്കെ തോന്നിയത്. കാരണം അവന്റെ പ്രിയപ്പെട്ട ഓരോ ആൾക്കാരെയും വളരെ ക്രൂരമായിട്ട് കൊന്ന ആളാണ് ജോസഫ്. ഈ ജോസഫിനെ എന്തിനാണ് ഫാദർ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്? അതിന്റെ പേരിൽ തന്നെയാണ് ഫാദറിനോട് വെറുപ്പ് തോന്നിയത് കേട്ടോ. എന്നാൽ ഇപ്പോഴും ആരാണ് ഈ ജോസഫ്? ജോസഫിന്റെ മുഖമൊന്നും നമ്മൾ ഇതുവരെയായിട്ടും കാണിച്ചിട്ടില്ല. അങ്ങനെ ഫാദറും ഡോക്ടർ മിൻസോയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ നേരം തന്നെ നമ്മുടെ ബൗ ഇപ്പോൾ ഡോക്ടർ മിൻസോയെ വിളിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ജോലി ചെയ്യാനായിട്ട് എനിക്ക് സമ്മതമാണ്, നിങ്ങളുടെ അനിയത്തെ ഞാൻ രക്ഷിച്ചോളാം, അതിനായിട്ട് ഒന്ന് ഓഫീസിലേക്ക് വാന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടർ മിൻസോ നേരെ നമ്മുടെ ബൗവിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ബൗ അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അതായത് ജിയ ഉണ്ടല്ലോ, അവൾക്കാണുള്ള പ്രശ്നങ്ങൾ, അവളുടെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കുകയാണ്. മാനസികമായിട്ട് മുന്നേ തന്നെ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ചോദിക്കുകയാണ്. മെയിനായിട്ട് അവരുടെ അമ്മയുണ്ടല്ലോ, ക്യാൻസർ ബാധിച്ച് മരിച്ചതിന് ശേഷം മെന്റലി അവൾ കുറച്ച് ഡൗൺ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ഡോക്ടർ മിൻസോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് അവളെ ഒന്ന് നേരിട്ട് കാണണം. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ ബൗവും കിമ്മും ഷാരോണും നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. എന്നിട്ട് ഷാരോൺ ഇപ്പോ നമ്മുടെ ജിയയുടെ അടുത്തേക്ക് ചെന്ന് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ കൂളായിട്ട് കാമായിട്ട് തന്നെ ഷാരോൺ ഇപ്പൊ ജിയോട് ചോദിക്കുന്നുണ്ട്, ജിയ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ലൈറ്റായിട്ട് തന്നെ ജിയ മറുപടി കൊടുക്കുകയാണ്, എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ശരി, ഞാനല്ലാതെ നിന്നോട് മറ്റാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ, നീ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്പനേരം അവളൊരു മൗനം. ആ മൗനത്തിൽ നിന്നുകൊണ്ട് തന്നെ അവൾ പറയാണ്, അതെ നിങ്ങളല്ലാതെ മറ്റൊരാൾ
കൂടെ എന്നോട് സംസാരിക്കുന്നുണ്ട്. അതാരാണ്? എനിക്ക് അയാളോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ഈ ഒരു ഷാരോൺ ചോദിച്ചപ്പോൾ ഇല്ല, എനിക്ക് മാത്രമേ അയാളോട് സംസാരിക്കാനും അയാളെ കാണാനും പറ്റുള്ളൂ. ഇതോടുകൂടിയിട്ട് ഷാരോൺ ഒരു കാര്യം മനസ്സിലാക്കി. അതായത് ഇതൊരു ചെറിയ കാര്യമല്ല, ഡീല് ചെയ്യണമെങ്കിൽ അത്യാവശ്യം പാടുപെടേണ്ടി വരും. പാടുപെടാൻ തന്നെ അവൾ തീരുമാനിക്കുകയാണ്. അതിനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങുകയാണ്. അവളുടെ തലയിൽ കൈവച്ചു. പിന്നീട് ആ ഒരു ആത്മാവിനോട് തന്നെ ചോദിക്കുകയാണ്, നീ ആരാണ്? നിന്റെ പേരെന്താണ്? അതായത് ഈ ആത്മാക്കളുടെ പേര് അറിഞ്ഞാൽ മാത്രമേ അവരെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അവർ ഒഴിവാക്കാനും കഴിയുള്ളൂ. എന്നാൽ ആ ഒരു പേര് പുറത്ത് പറയാതിരിക്കാനായിട്ട് പരമാവധി തന്നെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ജിയ വല്ലാതെ വയലന്റ് ആവാൻ തുടങ്ങുകയാണ്. ഷാരോണിന് പിടിച്ചു കിട്ടുന്നില്ല. അതേ നേരം തന്നെ ബൗ വന്നിട്ട് അവളുടെ രണ്ടു കൈയും പിടിച്ചു വെക്കുകയാണ്. ആ നേരത്തെ ജിയ ഒരൊറ്റ അലർച്ചയാണ്. കറണ്ട് മുഴുവൻ ഓഫായി. ഇവരെല്ലാവരും തെറിച്ച് വീണ് പോകുന്നുണ്ട്. പിന്നീട് ലൈറ്റ് വന്ന് നോക്കുമ്പോൾ അവിടെ ജിയെ കാണാനില്ല. വേഗം തന്നെ CCTV വിഷ്വലും കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ ഓരോ ഭാഗത്തു കൂടിയായിട്ട് അവളിങ്ങനെ ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇവരെല്ലാവരും അമ്പരന്ന് പോയ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ഭാഗത്തല്ല ഒരേ സമയത്ത് അവളെ കാണുന്നത്, ഒരേ സമയത്ത് പല ഭാഗത്ത് അവളെ കാണുകയാണ്. ശരിക്കും അത് കണ്ട് ഇവരൊക്കെ ആകെ അത്ഭുതപ്പെട്ടു പോണ്. എന്നാൽ അത്ര പെട്ടെന്നൊന്നും അവൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൗവും ടീമും കൂടെ അവളെ പിടിക്കാൻ അവളുടെ പിന്നാലെ പോവാണ്. എന്നാൽ ഈ ആത്മാവ് അതിന്റെ ആ ഒരു ശക്തി ഉപയോഗിച്ച് ഓൾറെഡി മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരുപാട് പേഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ റൂമിന്റെ ഡോറെല്ലാം അൺലോക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബൗവിനും അവന്റെ ആ ഒരു ടീമിനും പെട്ടെന്ന് ഈ ഒരു ജിയയുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. ഇതേ നേരം തന്നെ ജിയ നേരെ ആ ഒരു മെയിൻ ഡോറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റി, നിങ്ങൾ എന്താണ് ഇപ്പൊ ഇവിടെ മാഡം, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് മുട്ടുകുത്തി അവിടെ ഇരിക്കുകയാണ്. ഇയാളുടെ തല തറയിലിട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു വാതിലും തുറന്ന് സുഖമായിട്ട് തന്നെ ജിയെ പുറത്തേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്യാണ്. അതുപോലെ തന്നെ പുറത്തേക്ക് എത്തിയ ജിയ ഉണ്ടല്ലോ നേരെ നടു റോട്ടിൽ പോയി നിൽക്കുകയാണ്. അവളുടെ പിന്നാലെ തന്നെ അവളുടെ ചേച്ചിയും വരുന്നുണ്ടല്ലോ. ഇപ്പൊ ചേച്ചിയെ നോക്കിയിട്ട് ജിയെ പറയാണ്, ചേച്ചി ഓടിവാ, എന്നെ രക്ഷപ്പെടുത്തുന്നു പറയാണ്. ഇത് കേട്ടപാട് തന്നെ മിൻസ് ഓടിച്ചെന്ന് ജിയെ പിടിക്കുന്നുണ്ട്. അതേ നേരം ഒറ്റയടിക്ക് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് മുഴുവൻ ഓഫ് ആവുകയാണ്. ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല. ഒരു ട്രക്കിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അതായത് റോഡിൽ നിൽക്കുന്ന ജിയ മിൻസിയോ രണ്ടുപേരെയും ഇടിക്കാനായിട്ട് ഒരു ട്രക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു കാറ് വന്ന് ആ ഒരു ട്രക്കിന് ഇടിച്ചതുകൊണ്ട് മാത്രം രണ്ടുപേരും ജീവനോടെ രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ആ ഒരു കാറ് കൊണ്ടുവന്ന് ട്രക്കിനിട്ട് ഇടിച്ചത് മറ്റാരുമല്ല, നമ്മുടെ ബൗ തന്നെയാണ്. പിന്നീട് വയലന്റ് ആയിരുന്ന നമ്മുടെ ജിയ ഭയങ്കരമായിട്ട് ശാന്താവുകയാണ്. അവളെ ഒരു വണ്ടിയിൽ കയറ്റി കിടത്തുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ബോധമൊന്നുമില്ല. അതായത് ആ ഒരു ആത്മാവിനെ ഏതോ ഒരു ശക്തി അതിനെ ഒഴിവാക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായപ്പോ ജിയ അതുപോലെ തന്നെ അവളുടെ ചേച്ചി രണ്ടുപേരെയും ഒരേ നേരത്ത് തന്നെ ഇല്ലാതാക്കാനായിരുന്നു അതിന്റെ ആ ഒരു പദ്ധതി. എന്തായാലും ഇതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഇവർക്കാർക്കും വലിയ പിടുത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബൗ ചോദിക്കുകയാണ്, ഷാരോൺ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? ഷാരോൺ പറയാണ്, എന്തായാലും ജിയയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ആ ഒരു ബാധ എന്ന് പറയുന്നത് അത് ചില്ലറക്കാരിയല്ല. എന്തായാലും ആ ഒരു ബാധ അതെന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ അതിന്റെ പേരെന്താണെന്ന് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എവിടുന്നാണ് ഇതെല്ലാം ആരംഭിച്ചത് അങ്ങോട്ടേക്ക് തന്നെ നമ്മൾ പോകാൻ പോവുകയാണ്. അതായത് ഡോക്ടർ മിൻസുയും അവളുടെ അനിയത്തിയായിട്ടുള്ള ജിയും താമസവും മാറി വന്ന ഒരു പുതിയ വീടുണ്ടല്ലോ അവിടത്തേക്ക് തന്നെ. അങ്ങനെ ആ വീട്ടിലേക്ക് പോയി അവിടെ ഒരു ചെയറിൽ ജിയെ ഇരുത്തുകയാണ്. മാത്രമല്ല ആ ഒരു ചെയർ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിലത്ത് ഫിക്സ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിയുടെ കൈയും കാലും ഇതെല്ലാം ആ ഒരു ചെയറിനോട് കൂട്ടിക്കെട്ടി വെക്കുകയാണ്. ഇപ്പൊ ജിയു അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ആത്മാവിന് അനങ്ങാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകാൻ തുടങ്ങുകയാണ്. അതേ നേരം തന്നെ ഇടയ്ക്കിടയ്ക്ക് ജിയക്ക് അവളുടെ സ്വബോധം തിരിച്ചു കിട്ടുന്നുണ്ട്. ആ നേരം കരഞ്ഞുകൊണ്ട് തന്നെ ജിയെ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തുക. ഇപ്പൊ ബൗ പറയാണ്, മോളെ എന്ത് തന്നെ വന്നാലും നിന്നെ ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്താതെ പോകില്ല എന്ന് പറയാണ്. ഇതേ നേരം തന്നെ ഷാരോൺ ഒരു പ്രത്യേക പൊടി അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ചെയറിന്റെ ചുറ്റുമായിട്ട് രണ്ട് വൃത്തങ്ങൾ വരയ്ക്കുകയാണ്. ഒരു പ്രത്യേക തരം കർമ്മം ചെയ്തുകൊണ്ട് ഏതാണ് ഈ ആത്മാവ് എന്ന് അവള് മനസ്സിലാക്കാൻ പോവാണ്. സോ അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാനായിട്ട് അവള് പല വിദ്യകളും കാണിക്കും. ആ വിദ്യയിൽ നിങ്ങൾ ആരും പെട്ടുപോകരുത്. പ്രത്യേകിച്ചും ജിയുടെ ചേച്ചിയായിട്ടുള്ള ഡോക്ടർ മിൻസോയോടാണ് പറയുന്നത്. പല രീതിയിലും ആ ആത്മാവ് നിന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആരും വരാൻ പാടില്ല. ഇതിനുശേഷം ഷാരോൺ ഒരു പ്രത്യേകതരം ചെടിയെടുത്ത് ഒരു മന്ത്രം ചൊല്ലി ആ ചെടി ഒരു വെള്ളത്തിൽ മുക്കി ഇപ്പൊ ജിയുടെ ദേഹത്ത് ഇങ്ങനെ പതിയെ തൊട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ശക്തിയിൽ ആ ആത്മാവിന് അതിന്റെ ആ ഒരു പേര് പറയാതിരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഒരു കടങ്കഥ പോലെ അതെന്തൊക്കെയോ പറയാണ്. അതേ നേരം തന്നെ സുജിൻ എന്ന ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിന്നും ആത്മാവിനെ ഒഴിവാക്കിയില്ലേ, ഒരു കണ്ണാടി എടുത്തുകൊണ്ട് ആ കണ്ണാടി ഇപ്പോ നമ്മുടെ ഈ ജിയുടെ മുഖത്തേക്കും കാണിക്കുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞല്ലോ ഈ ആത്മാവ് അത്യാവശ്യം പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കണ്ണാടിയിലേക്ക് തന്നെ വികൃതമായി നോക്കി അതിനെ തന്നെ പൊട്ടിച്ചു കളയാണ്. പിന്നീട് അവിടെ മാകം മുഴുവനായിട്ട് ഒരു അന്ധകാരം ഇരുട്ട് പരക്കുകയാണ്. സംതിങ് എന്തോന്ന് ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബൗ പറയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ, പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബൗ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ആ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു നേരിയ വെളിച്ചം മാത്രമേ ആ ഒരു വരാന്തയിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ നേരത്ത് ബൗവിന് എന്തോ ഒരു സംശയം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വാളിലേക്ക് ഇട്ട് ഒരൊറ്റ ഇടിയാണ്. മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചുമരായിരുന്നു. അത് പൊളിഞ്ഞ് അതിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ ഇപ്പൊ ബൗവിന് കിട്ടുന്നുണ്ട്. വലിച്ചിട്ട് പുറത്തേക്കിട്ട് നല്ല കുത്തുകുത്തുകയാണ്. എന്നാൽ അതേ നേരം തന്നെ അവനെ പോലെ പ്രത്യേക തരത്തിൽ വസ്ത്രം ധരിച്ച ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വാടാ, ഓരോരുത്തരായിട്ട് വാടാന്ന് പറഞ്ഞിട്ട് ഓരോന്നിനെയും പിടിച്ച് നല്ല കുത്തുകുത്തുകയാണ്. നമ്മുടെ ഡോൺലിയുടെ സ്റ്റൈൽ അറിയാലോ, പിടിച്ച് കുത്തുക.
അതാണ് മച്ചാന്റെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതേ നേരം തന്നെ ആ ഒരു എക്സോസിസം ഉള്ളിൽ വെച്ച് നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിലും എന്താണോ ഷാരോൺ വിചാരിക്കുന്നത് അതുപോലെയൊന്നും കാര്യങ്ങൾ മുന്നോട്ടേക്ക് അങ്ങ് പോകുന്നില്ല. കാരണം എന്താണ്, ജിയയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ആ ഒരു ആത്മാവ് സംതിങ് എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പവർ അതിനുണ്ട്. അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ നേരം തന്നെ പുറത്ത് ബൗ ഒരുപാട് പേരെ ഇടിച്ചിട്ടല്ലോ, അതിലൊരുത്തൻ പോയിട്ട് ആ ഒരു വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ വലിച്ചിട്ട് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. ഇതിനുശേഷം ആ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ബൗ ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങൾ, എല്ലാം ശരിയായോ? എവിടെയൊന്നും ആയിട്ടില്ല. ഈ നേരത്ത് അനീതിയുടെ ആ ഒരു അവസ്ഥ കണ്ട് അറിയാതെ അവളുടെ അടുത്തേക്ക് നമ്മുടെ ഡോക്ടർ മിൻസോയ് പോയി പോവാണ്. ആ നേരത്ത് ആ ഷാരോൺ വരച്ചു വെച്ച ആ ഒരു വൃത്തത്തിൽ അവൾ അറിയാതെ ചവിട്ടി പോകുന്നുണ്ട്. അതേ നേരം തന്നെ ആ ഒരു ആത്മാവ് പെട്ടെന്ന് ഡോക്ടർ മിൻസിയോല്ലോ അവളുടെ ഉള്ളിലേക്ക് അങ്ങ് കയറുകയാണ്. ഒരിച്ചിരി നേരത്തേക്ക് അവളുടെ ശരീരത്തിന് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മിൻസോയ്ക്ക് മനസ്സിലായില്ല കേട്ടോ. എങ്ങനെയൊക്കെ ആ ഒരു ആത്മാവിനെ തിരിച്ച് വീണ്ടും ജിയയുടെ ഉള്ളിലേക്ക് തന്നെ കയറ്റുകയാണ് ഇപ്പോൾ. ആ നേരത്ത് നമ്മുടെ ഷാരോൺ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലേ അബദ്ധവശാൽ പോലും ആ ഒരു വൃത്തത്തിൽ നിങ്ങൾ ചവിട്ടാൻ പാടില്ല എന്ന്. ആ ഒരു ആത്മാവ് അത്രയും തന്ത്രശാലിയാണ്, നമ്മളെ വീഴ്ത്താനായിട്ട് അവൻ പലതും ചെയ്യും. ഇതേ നേരം തന്നെ ഷാരോൺ പറയാണ്, എനിക്കറിയാവുന്ന എല്ലാത്തരം വിദ്യകളും ഞാൻ ഉപയോഗിച്ചു, എന്നിട്ടും യാതൊരു കാര്യമില്ല. അതിനർത്ഥം ഈ വീട്ടിൽ മറ്റെന്തോ ഒന്നുണ്ട് എന്നാണ്. വാ നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഷാരോൺ ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് അപ്പുറത്തെ, അതായത് മെയിൻ ഹാളിലേക്ക് വരികയാണ്. അവിടെയുള്ള ഓരോ ചുമരിലേക്കും അവൾ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ചുമരിന്റെ അടുത്തേക്ക് എത്തിയിട്ട് അതിന്റെ ആ ഒരു വാൾ സ്റ്റിക്കർ എല്ലാം പറിച്ചു കളയുന്ന സമയത്ത് ഒരുപാട് മന്ത്രവാക്യങ്ങൾ ആ ഒരു ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ആത്മാവിന്റെ ശക്തിയുടെ കാരണം. മുഴുവനായിട്ടും എല്ലാം തല്ലി പൊളിക്കാൻ വേണ്ടി ബൗവിനോട് പറയാണ്. ഒരു ചുറ്റിയെടുത്ത് ബൗ അത് മുഴുവനായിട്ട് മടിച്ച് പൊളിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ മുകളിൽ നിന്നും നമ്മുടെ ജിയയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ജിയ ഇപ്പൊ വളരെയധികം നോർമലായി മാറിയിട്ടുണ്ട്. ഇപ്പൊ അവളുടെ ഏട്ടത്തിയായിട്ടുള്ള ഡോക്ടർ മിൻസോ എല്ലാ പ്രശ്നങ്ങളും ശരിയായി, ഇനി അനീതിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഷാരോണും ബൗവും അവളെ തടുക്കാണ്. വേണ്ട, ഇത് അവന്റെ ഒരു തന്ത്രമായിരിക്കും, ആ ഒരു ആത്മാവിന്റെ തന്ത്രമായിരിക്കും, പോകരുത് എന്ന് പറയാണ്. അതേ നിമിഷം തന്നെ ജിയയുടെ മുഖം വീണ്ടും മാറുകയാണ്. ആഹാ, എന്റെ തന്ത്രമെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലേ, നിങ്ങൾ നോക്കിക്കോ, എന്നെ ഈ പെൺകുട്ടിയുടെ ആത്മാവിന്റെ ഉള്ളിൽ നിന്നും ഒഴിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ പോകുമ്പോ അവളുടെ ആത്മാവിനെയും കൂടെ ഞാൻ കൊണ്ടുപോകും. എന്താ, ഓക്കെ അല്ലേ? അതേ നേരം തന്നെ നമ്മുടെ ബൗവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ ജിയയുടെ ഉള്ളിലുള്ള ആ ആത്മാവ് സംസാരിക്കുകയാണ്. എന്താണ് ബൗ, നിന്റെ ഓർഫനേജിലെ ആ ഒരു കുഞ്ഞുങ്ങള്, നിന്റെ സഹോദരങ്ങള്, അവരെല്ലാം മരിക്കാൻ കാരണം മറ്റാരുമല്ല, നീ തന്നെയാടാന്ന് പറയാണ്. ഈ സമയത്ത് ബൗന് അവന്റെ ആ ഒരു ടെൻഷൻ താങ്ങാൻ കഴിയുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ആ റൂമിൽ ആരുമില്ല, അവൻ ഒറ്റയ്ക്കായി മാറിയിട്ടുണ്ട്. അതായത് ആ ഒരു ആത്മാവ് നമ്മുടെ ബൗവിന്റെ മനസ്സിനെ ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ എവിടെ നിന്നൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ട്. അതായത് ഓർഫനേജിലെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നത് നീയാണ്, നീ കാരണമാണ് എല്ലാവരും മരിച്ചത്. പെട്ടെന്ന് തന്നെ ഒരു ഇരുണ്ട രൂപം അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞ് ആ രൂപം അവനെ കൂടുതൽ വേദനിപ്പിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ബൗ എന്ത് ചെയ്തെന്നറിയോ, ആ ഒരു ചെകുത്താന്റെ കഴുത്തിൽ പിടിച്ച് ഇറുക്കി ഞെക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ റിയൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബൗ പിടിച്ചിരിക്കുന്നത് ഷാരോന്റെ കഴുത്തിലാണ്. ജസ്റ്റ് മിസ് എന്ന് പറയാലോ. സ്വബോധം തിരിച്ചു കിട്ടിയതുകൊണ്ട് ബൗ അവന്റെ കൈയെടുക്കുകയാണ്. അല്ലെങ്കിൽ ഷാരോൺ അവിടെ വെച്ച് ശ്വാസം മുട്ടി മരിച്ചേനെ. ആ ഒരു പിശാജ് ഇപ്പൊ ബൗവിനെ കൊണ്ടൊരു കളി കളിച്ചതാണ്. എന്തായാലും ആ ഒരു കളിയിൽ ഇവരെല്ലാവരും പെട്ടുപോയി. ഇപ്പൊ ഇവരെ നോക്കി വീണ്ടും അവള് ചിരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ, ഒരു വല്ലാത്ത കൊലച്ചിരി. ഇത് കണ്ടപ്പോ ഷാരോൺ പറയാണ്, ഇനി ഒരു അടവ് കൂടെ ബാക്കിയുണ്ട്, ഇതിലും പോയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളിപ്പോ 2 കത്തി കയ്യിലെടുക്കുകയാണ്. എന്തൊക്കെയോ ചില മന്ത്രവാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ചില കർമ്മങ്ങൾ അവിടെ വെച്ച് ചെയ്യാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഈ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു പിശാജ് ഇത്തവണ സ്വാധീനിക്കാൻ പോകുന്നത് ഷാരോണിനെ തന്നെയാണ്. അതായത് ഷാരോൺ പെട്ടെന്ന് ഇവിടുന്ന് മറ്റെങ്ങോട്ടോ പോയതുപോലെ തോന്നുന്നുണ്ട്, മറ്റൊരു ലോകത്തിലേക്ക്. അവിടെ ഇപ്പൊ ഷാരോണും അതുപോലെ തന്നെ ജിയ എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടിയും, അതായത് നോർമൽ ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടി, രണ്ടുപേരും മറ്റേതോ ഒരു ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഷാരോൺ ആ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് ആ ഒരു പിശാജിന്റെ ഒരു ട്രിക്കാണെന്ന്. പെട്ടെന്ന് തന്നെ അവളുടെ മൈൻഡിന്റെ കൺട്രോൾ അവളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചെടുത്തു. പെട്ടെന്ന് കണ്ണ് തുറക്കുകയാണ്. എന്നിട്ട് അവളുടെ സകല ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജിയയുടെ തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയാണ്. എന്താണ് നിന്റെ പേര്, മര്യാദക്ക് പറയുന്നു പറയാണ്. ഈ സമയത്ത് പിശാജ് അതിന്റെ മറ്റൊരു അടവെടുക്കുകയാണ്. അതായത് ജിയയ്ക്ക് സ്വബോധം കിട്ടിയതുപോലെ ജിയ ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. നേരെ ചേച്ചിയായിട്ടുള്ള ഡോക്ടർ മിൻസോയെ നോക്കിയിട്ട്, ചേച്ചി എനിക്ക് തീരെ വയ്യ, എനിക്ക് വല്ലാണ്ട് വേദനിക്കുന്നു, ഇങ്ങനെ പോയാൽ ഞാൻ മരിച്ചു പോകും ചേച്ചി, എന്നെ രക്ഷപ്പെടുത്തു ചേച്ചി. ഇത് കേട്ടപ്പോ ഡോക്ടർ മിൻസോയുടെ മനസ്സ് എന്തോ പോലെ ആയി പോവുകയാണ്. മോളെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോവുകയാണ്. ആ നേരത്ത് പൊടികൊണ്ട് വരച്ച ആ ഒരു വെള്ള വൃത്തുണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗം മാഞ്ഞു പോകുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു ആ ഒരു പിശാചിനും വേണ്ടത്. പെട്ടെന്ന് തന്നെ ജിയ ആ ഒരു പിശാചായി മാറുന്നുണ്ട്. എല്ലാവരും തട്ടിത്തെറിപ്പിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് അവൾ എങ്ങോട്ടാ പോയതെന്ന് ആർക്കും മനസ്സിലായില്ല. ആ കെട്ടുകളൊക്കെ തനിയെ പൊട്ടിപ്പോയി. എല്ലാവരും ഇപ്പൊ ജിയെ തന്നെ നോക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ചേ മതിയാകൂ. അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയ സമയത്ത് നമ്മുടെ അസിസ്റ്റന്റ് പയ്യനുണ്ടല്ലോ കിം, അവൻ ഒറ്റയ്ക്കായി പോവാണല്ലോ. അവന്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. ആര്? ഈ ഒരു പിശാചി തന്നെ. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ഷാരോൺ അവളുടെ ആ ഒരു മന്ത്രങ്ങൾ കൊണ്ട് കിമ്മിനെ രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ. അതേ നേരത്ത് തന്നെ ആ ഒരു പിശാച് മറ്റെങ്ങോട്ടോ മറഞ്ഞു പോകുന്നുണ്ട്. ഈ നേരത്ത് ഷാരോൺ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പൗ, എനിക്ക് എന്തോ വലിയ സംശയമുണ്ട്, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇവിടെ ഈ വീട്ടിൽ മറ്റെന്തോ ഉണ്ട്, എനിക്കത് എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ബൗ തന്നെ ഡോക്ടർ മിൻസോയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അറിയോ? ഈ സമയത്താണ് മിൻസോ പറയുന്നത്, ഞങ്ങൾക്ക് വാടകയ്ക്ക് ഈ വീട് തന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അതായത് ഈ വീടിന്റെ ഓണർ, ആ
ലേഡി ഒരു എന്താ പറയാ ഈ പറഞ്ഞതുപോലെ ഡാർക്ക് സൊസൈറ്റിയിലുള്ള ഒരാളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വീടിന്റെ ബേസ്മെന്റ് അങ്ങോട്ടേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, എന്റെ പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെയാണ് വെച്ചിരിക്കുന്നത്, മുകളിലെ ഭാഗം മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്ന് ആ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആ ഒരു ബേസ്മെന്റിൽ ഇല്ലാതിരിക്കില്ലല്ലോ, നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാന്ന് പറയാണ്. ഇതേ നേരത്ത് തന്നെ ചെയ്യണ്ടല്ലോ ഭയങ്കരമായ ഒരു അരൂപിയായി മാറി വികൃതമായ കൈകളൊക്കെ ആയിട്ട് ഇപ്പൊ ഷാരൂന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഇവിടെയുള്ള എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഷാരോൺ ആണല്ലോ. സോ അവളെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. എന്തായാലും ഷാരോൺ അവളുടെ ആ ഒരു മന്ത്രം, അതിന്റെ ആ ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ഒരു ആത്മാവിനെ തെറിപ്പിച്ച് കളയുന്നുണ്ട്. ഇതേ നേരം തന്നെ ബൗ നേരെ ആ ഒരു വീടിന്റെ ബേസ്മെന്റിലേക്ക് പോയി നോക്കുകയാണ്. എന്നാൽ അവിടെ കണ്ട കാര്യമുണ്ടല്ലോ, അത് നേരിട്ട് കണ്ടപ്പോൾ ബൗവിന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ആ ഒരു വീടിന്റെ മുകളിലായിട്ട് ഡോക്ടർ മിൻസോയ അതുപോലെ തന്നെ ചിയ താമസിക്കുന്നുണ്ടെങ്കിലും ആ വീടിന്റെ അടിഭാഗത്ത് അവിടെ എന്താ നടക്കുന്നതെന്നറിയോ? ആഭിചാര ക്രിയകള്, സാത്താൻ സേവകര് അവിടെ വെച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കണ്ടാൽ തന്നെ പേടിയാവുന്ന മുഖമായിട്ടുള്ള കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ജയുടെ ഉള്ളിൽ കയറിയ ആ ഒരു പിശാചിന് ഇത്രയും പവർ. ഷാരോൺ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിന് ഒഴിവാക്കാൻ പറ്റാത്തതും ഇതുകൊണ്ടാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സാത്താൻ സേവകര് പറയാണ്, ബൗ ഈ വിഷയത്തിൽ നീ ഇടപെടാൻ വരണ്ട, മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കുമെന്ന് പറയാണ്. അങ്ങനെ പോന്ന് പറയുമ്പോൾ പോന്ന കൂട്ടത്തിലാണ് നമ്മുടെ ബൗ എല്ലാത്തിനെയും വലിച്ചിട്ട് ഇടിക്കുകയാണ് കേട്ടോ. ഇടിയെന്ന് പറഞ്ഞാൽ നല്ല കിൻഡൽ ഇടി കൊടുക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും കിളി മാറുകയാണ് ആ ഒരു ഇടിയിൽ. നിങ്ങളുടെ ഒരു ആഭിചാരം, എല്ലാത്തിന്റെയും ആട്ടപ്പ് ഞാൻ ഇന്ന് തെറിപ്പിക്കാടെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും അടിച്ച് ശരിയാക്കാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇവന്മാരുണ്ടല്ലോ കയറ് കൊണ്ട് ഒരു കുരുക്കുണ്ടാക്കിയിട്ട് അത് ബൗവിന്റെ കഴുത്തിൽ കുരുക്കി അവന് വലിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം ബൗ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ പിന്നീട് അതിലൊരുത്തനുണ്ടല്ലോ ഒരു കത്തിയെടുത്ത് ബൗവിന്റെ ഷോൾഡറിലേക്ക് കുത്തുകയാണ്. അവൻ എന്തോ ആകെ തളർന്നു പോകുന്ന പോലെ തോന്നി. അതുപോലെ തന്നെ ഓർഫനേജിലെ ആ മരിച്ചുപോയ കുട്ടികളുടെ കാര്യം ഓർമ്മ വരികയാണ്. പെട്ടെന്ന് തന്നെ അവന്റെ ഉള്ളിലേക്ക് മറ്റെന്തോ ഒരു ദൈവിക ശക്തി വരുന്നത് പോലെ ബൗവിന് ഫീലായി. അവന്റെ കണ്ണുകളൊക്കെ അതുപോലെ മാറുകയാണ്. പിന്നീട് കുറച്ചുകൂടെ ശക്തിശാലിയായ ബൗ എല്ലാത്തിനെയും അടിച്ച് നിരപ്പാക്കുകയാണ്. അവിടുത്തെ ആ ഒരു കർമ്മങ്ങൾ പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടു. ഇതിനുശേഷം മുകളിലേക്ക് വരികയാണ്. മുകളിലേക്ക് വന്നു നോക്കുമ്പോൾ നമ്മുടെ ഷാരോണും കിമ്മും ഡോക്ടർ സിയോ എല്ലാവരും സൈഡായിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു പിശാച് വന്നിട്ട് പറയാണ്, ഇനി ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല, എല്ലാത്തിനെയും ഇവിടെ വെച്ച് തീർക്കാൻ പോവുകയാണ്. എന്നാൽ താഴെ വെച്ച് ആ ഒരു ആഭിചാര ക്രിയകൾ ഇപ്പൊ നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിശാചിന്റെ ശക്തി ഒരു ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ട്. മാത്രമല്ല ഈ പിശാചിന്റെ പേരെന്താണെന്ന് നമ്മുടെ ഷാരോൺ കണ്ടുപിടിക്കുക കൂടെ ചെയ്തു. ആ പേര് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് നരകത്തിലേക്ക് തിരിച്ചയക്കാനായിട്ട് എളുപ്പമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില മന്ത്രങ്ങളൊക്കെ അവൾ ഉച്ചരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നരകത്തിലേക്കുള്ള ഒരു പോർട്ടൽ അവിടെ രൂപപ്പെടുന്നുണ്ട്. ജിയയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പിശാച് ഇപ്പൊ ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിശാച് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിന്റെ അനിയത്തി ജിയയുടെ ആത്മാവിനെയും കൊണ്ടേ പോവുള്ളൂ എന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ ജിയയും ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് ആ ആത്മാവ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ഡോക്ടർ മിൻസോ അവളെ പിടിക്കുകയാണ്. എന്നാൽ ആ ശക്തിയുടെ മുന്നിൽ അവൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇതേ നേരം തന്നെ നമ്മുടെ കിം ഉണ്ടല്ലോ ഒരു കയറ് ജനലിൽ കെട്ടിയിട്ട് ആ കയറിന്റെ മറ്റേ അറ്റവുമായിട്ട് നേരെ ഡോക്ടർ മിൻസോയുടെ ജിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ വലിച്ചെടുക്കുന്ന ആ ഒരു ഫോഴ്സിൽ കയറിന്റെ അപ്പുറം ഭാഗത്ത് കെട്ടിയിരുന്ന ആ ഒരു ജനല് തന്നെ ഇളകി പോന്നു വരികയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു കയറിൽ പോയിട്ട് നമ്മുടെ ബൗ പിടിക്കുകയാണ് കേട്ടോ. മച്ചാനെ പിടിച്ച് വലിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇവരെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിയുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ജിയുടെ അടുത്തേക്ക് ഷാരോൺ ചെന്ന് അവളുടെ എല്ലാ ശക്തികളും എല്ലാ മന്ത്രങ്ങളും ഇതെല്ലാം ഉപയോഗിച്ച് അവളുടെ തലയിൽ തൊട്ട് ആ ഒരു പിശാചിനെ അവളുടെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുകയാണ്. എന്നാൽ വേർപെട്ട് ആ ഒരു പോർട്ടിന്റെ ഉള്ളിലേക്ക് പിശാച് പോകുന്ന സമയത്തും അതിങ്ങനെ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, നോക്കിക്കോ ഞാൻ തിരിച്ചു വരും, നിങ്ങളെ എല്ലാത്തിനെയും കൊണ്ടുപോകും നരകത്തിലേക്ക്. എന്നാൽ അതേ നേരം തന്നെ ദേഷ്യം സഹിക്കാൻ പറ്റാതെ ബൗ അങ്ങോട്ടേക്ക് വരികയാണ്. ആ പിശാചിന്റെ തല നോക്കി ഒരേറ്റ കുത്തു കൊടുക്കുകയാണ്. കുറെ നേരമായല്ലോടാ നീ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട്, പോടാ നരകത്തിലേക്ക് പോടാന്ന് പറഞ്ഞിട്ട് അടിച്ചു ഓടിക്കുകയാണ് അതിനെ. അങ്ങനെ അവസാനം ഡോക്ടർ മിൻസിയോ അവരോട് പറഞ്ഞതുപോലെ തന്നെ അവരുടെ അനിയത്തിയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. അപ്പൊ അതിന്റെ പാരിതോഷികമായിട്ട് ഒരു എമൗണ്ട് ഡോക്ടർ മിൻസിയോയെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാശുമായിട്ട് നമ്മുടെ ബൗ അവന്റെ ആ ഒരു അനാഥാലയത്തിലെ കുട്ടികളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഒരു വീട് പണിയാണ്. പക്ഷേ നമ്മുടെ മച്ചാന്റെ ജോലി ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ലല്ലോ. നമ്മുടെ ബൗ അതുപോലെ തന്നെ കിം, ഷാരോൺ 3 പേരും കൂടെ ഇപ്പൊ എന്തോ ഒരു വലിയ ഹാളിലേക്ക് പോവാണ്. ആ ഹാളിലേക്ക് ചെന്നപ്പോ എന്തോ വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു സാധാരണ പ്രോഗ്രാം അല്ല അത്. ഈ കൾട്ട് ഗ്രൂപ്പ്, അതായത് ഈ ഡാർക്ക് സൊസൈറ്റിയിലുള്ള എല്ലാവരും അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. അവരുടെ പ്രധാനിയായിട്ടുള്ള ആളും അവിടെ ഉണ്ട്. എന്നാൽ ആ ആളുടെ മുഖം നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. അത് നമ്മുടെ ബൗവിന്റെ കൂട്ടുകാരനായിട്ടുള്ള ജോസഫ് ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നൊന്നും കാണിക്കുന്നില്ല. കാര്യമായിട്ട് എന്തോ ഒരു ചടങ്ങ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മുടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബൗ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ദേഷ്യം വന്ന ഒരുത്തൻ ബൗയുടെ അടുത്തേക്ക് വരുമ്പോൾ അവനിട്ട് ഒരേറ്റ ഇടി കൊടുക്കുകയാണ്. ആ ഇടി കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അതായത് ഇതിന് തീർച്ചയായിട്ടും ഒരു 2ാം ഭാഗം ഉണ്ടാവും. അതിലൂടെ നമ്മുടെ ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കിട്ടുള്ളൂ. എന്തായാലും വൺ ടൈം കാണാൻ പറ്റിയ ഒരു ഡോൺലി മൂവി. അതാണ് ഈ ഒരു സിനിമ. കുറെ പേർക്കൊക്കെ ഇത് ഇഷ്ടമായിട്ടുണ്ടാവും, ചിലർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവില്ല. എന്തായാലും ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.